മനുഷ്യ ശരീരം ധാരാളം അത്ഭുതങ്ങൾ കൊണ്ട് നിറഞ്ഞതാണ്. ശരീരത്തിലെ ഓരോ അവയവങ്ങൾക്കും ഓരോ ഉപയോഗങ്ങളുണ്ട്. ഓരോ അവയവങ്ങൾക്ക് ഉണ്ടാകുന്ന കേടുപാടുകളും ജീവനെ തന്നെ അപകടത്തിലാക്കാറുണ്ട്. എന്നാൽ ഈ അവയവങ്ങളിൽ ചിലത് ഇല്ലെങ്കിൽ പോലും മനുഷ്യന് ജീവിക്കാൻ കഴിയുമെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ നിങ്ങൾക്ക് കഴിയുമോ? എന്നാൽ അത് സത്യമാണ്. മനുഷ്യന് ചില അവയവങ്ങൾ ഇല്ലാതെയും സാധാരണ ജീവിതം നയിക്കുവാൻ കഴിയും. ആ അവയവങ്ങൾ ഏതൊക്കെയെന്ന് നോക്കാം. ഇതിൽ ഏതെങ്കിലും ഒരറിവ് പുതിയതായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് കൊടുക്കണേ. ഒന്നാമത്തെ അവയവം അപ്പൻഡിക്സ് ആണ്. വൻകുടലും ചെറുകുടലും സന്ധിക്കുന്ന ആ ഭാഗത്ത് ഉള്ള ഒരു ചെറിയ അവയവമാണ് അപ്പൻഡിക്സ്. 7 സെന്റിമീറ്റർ മുതൽ 10 സെന്റിമീറ്റർ വരെ മാത്രം വലിപ്പമുള്ള ഈ അവയവം പൊക്കിളിന് താഴെ വലതുഭാഗത്തായിട്ടാണ് ഉള്ളത്. കുടലിന്റെ ഒരു ബാക്കപ്പ് സിസ്റ്റമാണ് ഈ അപ്പൻഡിക്സ്. മനുഷ്യ ശരീരത്തിൽ ഈ അവയവത്തിനുള്ള പ്രാധാന്യം എന്താണെന്ന് ഇതുവരെയും കണ്ടെത്തുവാൻ കഴിഞ്ഞിട്ടില്ല. ട്യൂബ് പോലെ ഷേപ്പുള്ള ഈ അപ്പൻഡിക്സ് എന്ന അവയവത്തിന് നല്ല ബാക്ടീരിയകളെ സംഭരിച്ച് കുടലിന്റെ ആരോഗ്യം പുനഃസ്ഥാപിക്കാൻ സഹായിക്കും എന്ന് പഠനങ്ങളുണ്ട്. ഈ അപ്പൻഡിക്സിന് ഉണ്ടാകുന്ന രോഗമാണ് അപ്പൻഡിസൈറ്റിസ്. ഈ രോഗം ഉണ്ടാകുന്ന ആളുകളിൽ നിന്ന് ഈ അവയവം ശസ്ത്രക്രിയ വഴി നീക്കം ചെയ്യും. ഇത് നീക്കം ചെയ്തു കഴിഞ്ഞാലും യാതൊരുവിധ മാറ്റങ്ങളും ശരീരത്തിൽ ഉണ്ടാകുന്നില്ല. രണ്ടാമത്തെ അവയവം പിത്താശയമാണ്. കൊഴുപ്പിനെ ദഹിപ്പിക്കാൻ സഹായിക്കുന്ന ഒരു പിത്തരസം ഉൽപ്പാദിപ്പിക്കുന്ന അവയവമാണ് പിത്താശയം. പിത്താശയത്തിൽ കല്ലുകൾ രൂപപ്പെട്ട് കലശലായ വേദന ഉണ്ടാകുന്നവരിൽ ശസ്ത്രക്രിയയിലൂടെ ഈ അവയവം നീക്കം ചെയ്യാറുണ്ട്. ശസ്ത്രക്രിയയ്ക്ക് ശേഷം ഈ അവയവത്തിന്റെ അസാന്നിധ്യത്തിൽ കരൾ നേരിട്ട് കുടലിലേക്ക് പിത്തരസം പുറപ്പെടുവിക്കും. ഈ പുതിയ പ്രക്രിയയോട് മിക്ക ശരീരവും പൊരുത്തപ്പെടുകയും ചെയ്യും. ചെറിയ മുൻകരുതലോടുകൂടെ സാധാരണ ഭക്ഷണക്രമത്തിലേക്ക് ഇവർക്ക് മടങ്ങുവാനും കഴിയും. മൂന്നാമത്തെ അവയവം വൻകുടലാണ്. ദഹന പ്രക്രിയയുടെ ഒരു ഭാഗമായി പ്രവർത്തിക്കുന്ന അവയവമാണ് വൻകുടല്. ഭക്ഷണത്തിൽ നിന്ന് വെള്ളവും പോഷകങ്ങളും ആഗിരണം ചെയ്യുന്നതിൽ വൻകുടല് ഒരു പങ്ക് വഹിക്കുന്നുണ്ട്. വൻകുടലിൽ ക്യാൻസർ അല്ലെങ്കിൽ വീക്കം പോലുള്ള അവസ്ഥകൾ ഉണ്ടാകുമ്പോൾ വൻകുടല് ഭാഗികമായിട്ട് അല്ലെങ്കിൽ പൂർണ്ണമായിട്ട് നീക്കം ചെയ്യാറുണ്ട്. ശരിയായ ഭക്ഷണക്രമത്തിലൂടെയും പരിചരണത്തിലൂടെയും ആളുകൾക്ക് ഈ അവസ്ഥയിൽ വൻകുടലിന്റെ അസാന്നിധ്യത്തിലും ജീവിക്കുവാൻ കഴിയും. നാലാമത്തെ അവയവം ടോൺസിലുകളാണ്. ബാക്ടീരിയകളെയും വൈറസുകളെയും തടയുവാൻ സഹായിക്കുന്ന ഒരു അവയവമാണ് ടോൺസിലുകൾ. ടോൺസിലൈറ്റിസ് വന്ന് തൊണ്ടവേദന അനുഭവിക്കാത്തവർ കുറവാണ്. ചില കുട്ടികളിൽ തുടർച്ചയായിട്ട് അണുബാധ ഈ ടോൺസിലുകൾക്ക് ഉണ്ടാകാറുണ്ട്. ഈ സാഹചര്യത്തിൽ ഈ ടോൺസിലുകൾ അവരിൽ നിന്ന് നീക്കം ചെയ്യാറുണ്ട്. ടോൺസിലുകളുടെ അസാന്നിധ്യത്തിൽ മറ്റ് കലകൾ ഈ ടോൺസിലുകളുടെ ജോലി ഏറ്റെടുക്കും. എങ്കിൽ തന്നെ ടോൺസിലുകൾ നീക്കം ചെയ്തവരിൽ ശ്വസന സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. അഞ്ചാമത്തെ ആറാമത്തെ അവയവങ്ങൾ തൈമസ് അഡിനോയിഡുകളാണ്. കുട്ടികളിൽ രോഗപ്രതിരോധ കോശങ്ങൾ വികസിപ്പിച്ചെടുക്കുവാൻ സഹായിക്കുന്ന അവയവമാണ് തൈമസ്. അപ്പോൾ തന്നെ അണുബാധകളിൽ നിന്ന് സംരക്ഷിക്കുവാൻ അഡിനോയിഡുകളാണ് സഹായിക്കുന്നത്. അത്യാവശ്യ സാഹചര്യത്തിൽ ഇവ രണ്ടും നീക്കം ചെയ്യേണ്ടി വന്നാൽ അത് ചെയ്യാൻ കഴിയും. എന്നാൽ പ്രതിരോധ ശേഷിയിൽ ഇവയ്ക്ക് പങ്കുള്ളത് കൊണ്ട് തന്നെ വളരെ സൂക്ഷിച്ച് ശരീരത്തെ കൈകാര്യം ചെയ്യേണ്ടതായിട്ടുണ്ട്. ഏഴാമത്തെ അവയവം വൃക്കകളാണ്. മനുഷ്യന് 2 വൃക്കകളാണുള്ളത്. എന്നാൽ അതിജീവിക്കാൻ ഒരു വൃക്ക ധാരാളമാണ്. ഒരു വൃക്ക നീക്കം ചെയ്യപ്പെട്ടാലും ശരീരം ഈ അവസ്ഥകളോട് പൊരുത്തപ്പെടുകയും പൂർണ്ണമായ പ്രവർത്തനം ശരീരത്തിൽ നടക്കുകയും ചെയ്യും. പതിവ് പരിശോധനകളൊക്കെ നടത്തി ഒരു വൃക്ക കൊണ്ടും മനുഷ്യന് ജീവിക്കുവാൻ കഴിയും. അപ്പോൾ ഇതൊക്കെയാണ് ഈ 7 അവയവങ്ങൾ. ഇതിൽ ആദ്യം പങ്കുവച്ച അപ്പൻഡിക്സ് ഒഴികെ മറ്റെല്ലാ അവയവങ്ങൾക്കും കൃത്യമായി റോൾ ശരീരത്തിലുണ്ട്. അതുകൊണ്ട് തന്നെ അവ നീക്കം ചെയ്യപ്പെടുന്ന സാഹചര്യത്തിൽ ശരീരം വളരെ സൂക്ഷ്മതയോടെ സംരക്ഷിച്ച് ജീവിക്കേണ്ടതായുണ്ട്. കൃത്യമായ ഭക്ഷണ ക്രമീകരണങ്ങളും ജീവിത രീതിയും പാലിച്ചെങ്കിൽ മാത്രമേ ആരോഗ്യകരമായി മുന്നോട്ട് പോകുവാൻ കഴിയുകയുള്ളൂ. കഠിനമായി ജോലി ചെയ്ത് ജീവിക്കുന്നവർക്കും മദ്യപാനവും പുകവലിയും മറ്റ് ദുശീലങ്ങളും ഉള്ളവർക്കും അത് തുടരുവാൻ കഴിയില്ല. അതുപോലെ എല്ലാ ഭക്ഷണവും ചിട്ടയില്ലാതെ കഴിച്ച് ജീവിക്കുവാനും കഴിയില്ല. എന്നാൽ കൃത്യമായി ചിട്ടകൾ അനുസരിച്ച് ഭൂരിപക്ഷം ആളുകൾക്കും ഈ അവയവങ്ങളുടെ അസാന്നിധ്യത്തിൽ ജീവിക്കുവാൻ കഴിയും.